ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബീഫ് കറി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ എറണാകുളം സ്റ്റൈലിൽ എങ്ങനെയാണ് ഞാൻ ബീഫ് കറി വെക്കുന്നതെന്നാണ് കാണിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ബീഫ് കറി വെക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, ചിലപ്പോൾ ഹോട്ടലിലേക്ക് പോലെ നല്ല കുറുക്കം കിട്ടാറില്ല എന്ന് കേട്ടോ. പക്ഷെ ചില ഹോട്ടലുകളിലൊക്കെ പോയി നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ പറയും, ഇത് ശരിയായില്ലല്ലോ, അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ലത് ഞാൻ വയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന് പലരും പറയാറുണ്ട് കേട്ടോ. ഇത് ഞാനും പലപ്പോഴും പറയാറുള്ളതാണ്, ഇതിനേക്കാളും നന്നായിട്ട് ഞാൻ വെക്കുമല്ലോ ബീഫ് കറിയെന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ എങ്ങനെയാണ് ബീഫ് കറി വെക്കുന്നതെന്ന്, നല്ല പെർഫെക്റ്റായിട്ട് ബീഫ് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഞാൻ 1 കിലോ ബീഫാണ്, അത് നന്നായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഭയങ്കര വലുപ്പത്തിലൊക്കെ ബീഫ് കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ കത്രിക വെച്ച് ഒന്നുകൂടെ ചെറുതാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. ഞാനൊരു 5-6 തവണ കഴുകിയിട്ടുണ്ട്, എന്നാലും ഒരു 2 തവണ കൂടി ഞാൻ ഒന്നുകൂടെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ കുറച്ച് കുരുമുളക് അത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് ഞാൻ കുറച്ച് കുരുമുളക് നന്നായിട്ട് ക്രഷ് എടുത്തിട്ടുണ്ട്. ഇടികളിൽ വെച്ചിട്ടാണ് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ കുരുമുളക് പൊടി വാങ്ങിക്കുന്നതിലും നല്ലത് കുറച്ച് കുരുമുളക് അത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. കാര്യം ആ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അടുത്തതായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം ഈ ബീഫ്. കുക്കറിലെ ആവിയെല്ലാം പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 4 സവോള ഞാൻ നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളിയും 2 കിഴങ്ങും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച്, ഞാനൊരു അലൂമിനിയത്തിൻ്റെ ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടിരിക്കുന്നത്. അത് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ സവോളയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാനൊരു ഇച്ചിരി നല്ല സ്പീഡിലാണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് നേരം ഞാൻ ആ വീഡിയോ കാണിക്കുന്നില്ല, കാര്യം ഇത് നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ ഇത് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് ഇതിന് വേണ്ടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, പിന്നെ നല്ല മീറ്റ് മസാലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നമ്മുടെ ഗ്രേവി വഴണ്ടതിന് ശേഷം അത് ചേർത്ത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത കാര്യം ചെയ്യാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് അതിന് മൂത്ത് കിട്ടുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോവാതെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, കുക്കറിൽ ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ആ മീറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കട്ട കിട്ടാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വെള്ളം പോരാ എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് മുൻപായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങും തക്കാളിയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിഴങ്ങും തക്കാളിയും ചേർത്ത് കൊടുക്കുമ്പം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും കുറച്ച് വെള്ളം കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മീറ്റ് വെന്തിട്ടുണ്ട് നന്നായിട്ട്, അതുകൊണ്ട് തന്നെ ഓവറായിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ 1 കപ്പ് വെള്ളമാണ് കേട്ടോ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് ചൂടുവെള്ളമാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതാണ്. ഞാൻ ഇപ്പോൾ ചൂടുവെള്ളം അല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മീറ്റൊക്കെ നന്നായിട്ട് അതിനകത്ത് കിടന്ന് നന്നായിട്ട് ഒന്നുകൂടെ വെന്ത് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ തക്കാളിയും കിഴങ്ങും ഒക്കെ ഒന്നുകൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഇത് സെപ്പറേറ്റ് വേവിക്കാതാണല്ലോ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഗ്രേവിയിൽ അത്യാവശ്യം ചാറൊക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് മുൻപായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് ചേർക്കാത്ത ബീഫ് കറിക്ക് എന്ത് ടേസ്റ്റാണല്ലേ ഉള്ളത്. അത്യാവശ്യം എരിവൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ കുറച്ച് കുരുമുളകൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് എരിവൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ കുരുമുളക് ചേർക്കുന്നതിൽ കുറച്ച് വ്യത്യാസം വരുത്തുക. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ നൈറ്റിലെ ചോറിന് വേണ്ടിയും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തിരി ചാറ് വെച്ചിട്ട് എടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില കൂടെ അതിനകത്തോട്ട്
ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. മല്ലിയില ചേർത്തതിന് ശേഷം ഞാനൊന്ന് നന്നായിട്ട് അടച്ച് വെക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടാൻ ഒരു പ്രത്യേക ഒരു വല്ലാത്തൊരു അനുഭൂതിയാണെന്ന് പറയുന്ന കണക്ക് തന്നെ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറേ നേരം അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. കറി നല്ല കുറുക്ക് പരുവത്തിൽ ഇരിപ്പുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്, ഭയങ്കരമായിട്ട് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ കഴിക്കാനായിട്ടൊക്കെ പോവാണ്. അപ്പോൾ എല്ലാവരും ബീഫൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കൂടെ പറയുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിമ്പിളായിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ടാറ്റാ.